ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ബാക്കി പഠിക്കാനായിട്ട് പോവാണ്. ഗൗതമ ബുദ്ധനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ജൈനിസം വരെ പഠിച്ചു. എന്താണ് ജൈനിസം, ജൈനിസത്തിനകത്ത് എന്താണ് മഹാവീരൻ പറയുന്നത്, 3 മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഗൗതമ ബുദ്ധനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഗൗതമ ബുദ്ധ ഹൂ സോട്ട് ദ കോസ് ഓഫ് സോറോസ്, എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ബുദ്ധാസ് ടീച്ചിങ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് വെർ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ. ഹി റിജക്റ്റഡ് ദ വേദ, സാക്രിഫൈസസ്, യാഗാസ് ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം. ഞാൻ വായിക്കുന്നത് അനുസരിച്ച് ശ്രദ്ധിച്ച് ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് വേണം ക്ലാസ്സിനിരിക്കാൻ കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ബുദ്ധൻ്റെ ടീച്ചിങ്സ് എന്ന് പറയുന്നതും ബുദ്ധൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതും വളരെ സിമ്പിളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമുള്ളതും വളരെ പ്രാക്ടിക്കലി എളുപ്പമുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം എന്തൊക്കെ റിജക്റ്റ് ചെയ്തു, അദ്ദേഹം എന്തിനൊക്കെ തിരസ്കരിച്ചു, വേദങ്ങൾ അദ്ദേഹം എതിർത്തു, സാക്രിഫൈസസ് ചെയ്യത്തില്ലേ, യാഗങ്ങളൊക്കെ ചെയ്യത്തില്ലേ, അതിനെയൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം എതിർത്തു. അതേപോലെ തന്നെ അദ്ദേഹം എതിർത്ത വേറൊരു കാര്യമാണ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിരുന്നു. ഹിസ് കൺസെപ്റ്റ് ഓഫ് അഹിംസ വാസ് സ്യൂട്ടബിൾ ടു ദ ന്യൂ കണ്ടീഷൻസ് ഓഫ് ദ ഗംഗാ ബേസിൻ. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ് അഹിംസ എന്ന് പറയുന്നത്. ആരെയും ഉപദ്രവിക്കാതിരിക്കുക, നമ്മുടെ ഗാന്ധിജിയുടെ അഹിംസ നമ്മൾ പറയത്തില്ലേ, അതേപോലെ തന്നെ ഒരു നോൺ വയലൻസ്, അതെന്ന് പറയുന്നത് ആ ഒരു പുതിയ സിസ്റ്റത്തിന് അല്ലെങ്കിൽ പുതിയ കണ്ടീഷൻസിന്, ഗംഗാ ബേസിനിലെ പുതിയ കണ്ടീഷൻസിന് വളരെ സ്യൂട്ടബിൾ ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പുതിയ ആശയമാണ് അഹിംസ എന്ന് പറയുന്നത്. അഹിംസ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ യോജിച്ചിരുന്ന ഒരു സംഭവമാണ്. കാരണം പുതിയതായിട്ടുള്ളൊരു സംഭവമല്ല, യോജിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ കാറ്റൽസ് വെയർ നീഡഡ് ഇൻ അഗ്രികൾച്ചർ ടു പ്രിപ്പയർ ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ആൻഡ് ടു ക്യാരി ഗുഡ്സ്. അന്നത്തെ കാലത്ത് നമുക്ക് കാറ്റൽസിനെ വേണം. എന്താണ് കാറ്റൽസ്? അറിയാമല്ലോ, മൃഗങ്ങൾ, കന്നുകാലികൾ നമുക്ക് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷിക്ക് നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ ലാൻഡൊക്കെ ഉഴുതുമറിച്ചിടാൻ വേണ്ടിയിട്ട് ബുള്ളോക്സൊക്കെ നമ്മൾ കൊണ്ടുവരത്തില്ലേ, ബുള്ളോക്ക് കാർട്ടൊക്കെ വെച്ചിട്ട് ഈ നമ്മുടെ ആവശ്യമുള്ള കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിയൊക്കെ നിലമൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ബുള്ളോക്സിനെ വേണം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്താണ്, കന്നുകാലികൾ ആവശ്യമാണ്. കൃഷിക്ക് നമുക്ക് കന്നുകാലികൾ വളരെ ആവശ്യമാണ്. അത് മാത്രമല്ല, കൃഷിക്ക് മാത്രമല്ല, ഈ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് തൊട്ടടുത്ത വില്ലേജിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ ആവശ്യമാണ്? നമുക്ക് കന്നുകാലികളെ വളരെ അത്യാവശ്യമാണ്. ബട്ട് കാറ്റിൽ വെയർ കിൽഡ് ഇൻ ലാർജ് നമ്പേഴ്സ് ഫോർ യാഗാസ് ആൻഡ് സാക്രിഫൈസസ്. പക്ഷേ അന്നത്തെ കാലത്ത് ഈ കന്നുകാലികൾ അവർ കൊല്ലുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സാക്രിഫൈസസിന് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സാക്രിഫൈസസ് ഒക്കെ അന്നത്തെ കാലത്ത് നടന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സാക്രിഫൈസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അവർ ഈ കന്നുകാലികളെയൊക്കെ കൊല്ലുമായിരുന്നു. കാരണം യാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണം? കന്നുകാലികൾ വേണം. പക്ഷേ കൃഷിക്ക് നമുക്ക് ആരെ വേണം? കന്നുകാലികൾ ഭയങ്കര അത്യാവശ്യമാണ്. പക്ഷേ ഈ യാഗത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കന്നുകാലികളെല്ലാവരെയും കൊന്നൊടുക്കുന്നുണ്ട്. അങ്ങനെയും ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ദിസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് അഗ്രികൾച്ചർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. അത് എന്തിനെ വളരെയധികം ബാധിച്ചു? കൃഷിയെയും. അത് മാത്രമല്ല, ഈ ഓരോ സാധനങ്ങൾ ക്യാരി ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാരാ? അന്നത്തെ കാലത്ത് മൃഗങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ കൂട്ടത്തിൽ വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താണ്, ഈ ഓരോ കഴുതയുടെ പുറത്തും കുതിരയുടെ പുറത്തും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെയൊക്കെ ഓരോ വസ്തുക്കളും ക്യാരി ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ നമ്മൾ എന്താണ്, ഈ യാഗങ്ങളുടെ സാക്രിഫൈസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊന്നൊടുക്കിയപ്പോഴത്തേക്കും ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ആരില്ല? മൃഗങ്ങളില്ലാതെ. അങ്ങനെ വലിയൊരു പ്രശ്നം അവിടെ ബാധിച്ചു. Buddha stands against sacrifices affected those who were engaged in agricultural activities. Buddha spread his ideas in Pali, the language of the common people. അപ്പോൾ ബുദ്ധ എന്താണ് ചെയ്തത്? ബുദ്ധൻ ഈ സാക്രിഫൈസസുകൾക്ക്, ഈ ഒരു ആചാരങ്ങൾക്ക്, ഈ യാഗങ്ങൾക്കെതിരെ എന്ത് ചെയ്തു? ബുദ്ധൻ തിരിഞ്ഞു. ബുദ്ധൻ പറഞ്ഞ് അങ്ങനെ വേണ്ട, ഈ സാക്രിഫൈസസുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ്, ഇങ്ങനെ കന്നുകാലികളൊന്നും കൊന്നൊടുക്കേണ്ട കാര്യമില്ല. അതിനെതിരെ എന്ത് ചെയ്തു? ബുദ്ധൻ സൗണ്ട് ഉയർത്തി. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ബുദ്ധൻ എന്താ റിജക്റ്റ് ചെയ്തത്? വേദാസിനെയും സാക്രിഫൈസസിനെയും യാഗാസിനെയും എന്ത് ചെയ്തു? ബുദ്ധൻ എതിർത്തു. അപ്പോൾ ബുദ്ധൻ എന്ത് ചെയ്തു? ഈ ഒരു പ്രാക്ടീസിനെയും ബുദ്ധൻ എന്ത് ചെയ്തു? എതിർത്ത് പറഞ്ഞു. അങ്ങനെ ബുദ്ധൻ പറഞ്ഞു, ഈ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന എല്ലാവരെയും വളരെ ദോഷകരമായിട്ട് ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ എന്താ, ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണ്ട, മൃഗങ്ങളെ ഒന്നും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എന്ത് ചെയ്തു? ബുദ്ധൻ പറഞ്ഞു. അതുമാത്രമല്ല, ബുദ്ധൻ്റെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്തത് പാലി ലാംഗ്വേജിലാണ് സ്പ്രെഡ് ചെയ്തത്. സാധാരണക്കാരുടെ ഭാഷയാണ് പാലി. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോണേ, സാധാരണക്കാരുടെ ഭാഷയാണ് പാലി എന്ന് പറയുന്നത്. അപ്പോൾ പാലി ലാംഗ്വേജസിലാണ് എന്ത് ചെയ്തത്? ബുദ്ധൻ്റെ ടീച്ചിങ്സ്, ബുദ്ധന് പറയാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താ, കൂടുതലായിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മനസ്സിലാവും. സ്വന്തമായിട്ടുള്ളൊരു ഭാഷയിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്, അന്നത്തെ കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് ആണതെന്ന് പറയുന്നത് പാലി. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം.
ഇനി ബുദ്ധൻ്റെ ജീവിതത്തിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഗൗതമ ബുദ്ധൻ, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പേരാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പേരെന്താണ്, സിദ്ധാർത്ഥനാണ്. പണ്ട് അദ്ദേഹം ഒരു രാജാവായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് കഷ്ടതകളും കാര്യങ്ങളും ഒക്കെ കണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ ഒരു ജീവിതം വെടിയുന്നതും സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നതും. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആ ഒരു കഥ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ്, ലുംബിനിയിലാണ്. ലുംബിനി എവിടെയാണ്, നേപ്പാളിലാണ് ലുംബിനി. അദ്ദേഹം ജനിക്കുന്നത് ലുംബിനിയിലാണ്. അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചത് എവിടെ വെച്ചിട്ടാണ്, ബോധ്ഗയ, ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സർമൺ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്പീച്ച് അദ്ദേഹം ഡെലിവർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, സാരാനാഥിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഡെലിവർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് നിർവ്വാണ അറ്റൈൻ ചെയ്യുന്നത് കുഷിനര എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് നിർവ്വാണ അറ്റൈൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഗൗതമ ബുദ്ധനെ പറ്റിയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം. ഞാൻ സ്പീഡിലാണോ പഠിപ്പിക്കുന്നത് എന്തോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിനകത്തൊന്ന് പറഞ്ഞേക്കണേ. പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിനകത്തൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റി ചെയ്യാം. ഇനി സൈഡിൽ അതിൻ്റെ താഴെ കൊടുത്തേക്കുന്നുണ്ടോ, ബുദ്ധൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബുദ്ധൻ ആദ്യമായിട്ട് പറയുന്നത് ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോസ്. ജീവിതം മൊത്തം എന്താണ്, വിഷമമാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും ഭയങ്കര വിഷമങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് ബുദ്ധൻ പറഞ്ഞത്. ഈ ബുദ്ധൻ ഇങ്ങനെ ഈ ഒരു വിഷമമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറയാനുള്ള കാരണമാണ് രണ്ടാമത് കൊടുത്തേക്കുന്നത്. ഡിസയർ ഈസ് ദ കോസ് ഓഫ് സോറോ. ആഗ്രഹങ്ങളാണ് നമുക്ക് ഈ വിഷമത്തിന് കാരണമെന്നാണ് ബുദ്ധൻ പറയുന്നത്. ഇപ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടായി, ആ ആഗ്രഹം നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത് എന്നാണ് ആര് പറഞ്ഞത്, ബുദ്ധൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം മൊത്തം വിഷമമാണെന്നാണ് ആര് പറയുന്നത്, ബുദ്ധൻ പറയുന്നത്. ഇഫ് ഡിസയർ ഈസ് ഡിസ്ട്രോയ്ഡ് സോറോ വിൽ ഡിസപ്പിയർ. ആ ഒരു ആഗ്രഹം ഇല്ലാതായി നമുക്ക് ജീവിതത്തിൽ എന്ത് വരത്തില്ല, വിഷമം വരത്തില്ല എന്നാണ് ആര് പറയുന്നത്, ബുദ്ധൻ പറയുന്നത്. ടു അച്ചീവ് ദിസ് ദ 8-fold path ഷുഡ് ബി ഫോളോഡ്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നൊരു വഴിയാണ് 8-fold path എന്ന് പറയുന്നത്. ആ 8-fold path നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളൊക്കെ നമുക്ക് മാറ്റി ഡിസയറൊക്കെ ഇല്ലാതാക്കി, ആഗ്രഹങ്ങളൊന്നും ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ആര് പറയുന്നത്, ബുദ്ധൻ പറയുന്നത്. സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആ 8-fold path എന്തോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് വിഷൻ, ശരിയായിട്ടുള്ള വിഷൻ, ശരിയായിട്ടുള്ള ഇൻറ്റൻഷൻ, ശരിയായിട്ടുള്ള ഉദ്ദേശം, ശരിയായിട്ടുള്ള സ്പീച്ച്, ശരിയായിട്ടുള്ള ആക്ഷൻ, പ്രവർത്തികൾ ചെയ്യുക, ശരിയായിട്ട് ജീവിക്കുക, ശരിയായിട്ടുള്ള എഫേർട്ട് എടുക്കുക, ശരിയായിട്ടുള്ള അവെയർനെസ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക, ശരിയായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, എന്തുകൊണ്ടും നല്ലതാണെന്നാണ് ആര് പറയുന്നത്, ബുദ്ധൻ പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ 8-fold path എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മിഡിൽ പാത്ത് എന്നും കൂടെ നമുക്ക് പറയാം. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ ഉപയോഗമായിരിക്കും. എന്താണ് മിഡിൽ പാത്ത്? Buddha forbade a person from taking up severe asceticism. Similarly, Buddha rejected luxurious living. He suggested a middle path between the two. അപ്പം രണ്ടും അല്ലാതെ സന്തോഷം നിറഞ്ഞ ജീവിതമല്ല, ദുഃഖം ചേർന്ന ജീവിതമല്ല, നടുക്കുള്ളൊരു ജീവിതമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ആദ്യത്തെ കഥക്കകത്ത് നമ്മൾ പറഞ്ഞില്ല അദ്ദേഹം സന്യാസം സ്വീകരിച്ചു എന്ന്. ആ ഒരു വഴിയാണ് ഇവിടെ മിഡിൽ പാത്ത് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ഈ ഒരു 8 മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് സന്യാസത്തിൻ്റെ ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ ആകുമ്പോൾ എന്താ, ജീവിതത്തിൽ വിഷമം ഉണ്ടാകത്തില്ല. അതാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്ന 8-fold path എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അടുത്ത നമ്മൾ പോകുന്നത് സ്തൂപാസ് എന്തോന്നുള്ളത് നോക്കാം. നിങ്ങൾക്കറിയാം സ്തൂപങ്ങൾ എന്നൊക്കെയുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ് സ്തൂപാസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്തൂപാസ് ആർ ബിൽഡിങ്സ് ബിൽഡ് ഓൺ സൈറ്റ്സ് വെർ ദ ഫിസിക്കൽ റിമെയിൻസ് ഓഫ് ബുദ്ധ ഓർ ഒബ്ജെക്ട്സ് യൂസ്ഡ് ബൈ ബുദ്ധ വെർ ബറിഡ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോണേ. സ്തൂപാസ് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതാം. സ്തൂപാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിൽഡിങ്ങുകളാണ്, കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ബുദ്ധൻ്റെ റിമെയിൻസോ അല്ലെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഒബ്ജക്ട്സ് ഒക്കെ ബെറി ചെയ്തിരുന്ന അല്ലെങ്കിൽ ബെറി ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്തൂപങ്ങൾ എന്ന് പറയുന്നത് കെട്ടിടങ്ങളാണ്, ഓരോ സൈഡിൽ ബിൽഡ് ചെയ്തേക്കുന്ന കെട്ടിടങ്ങളാണ്. അവിടെ ബുദ്ധൻ്റെ ഫിസിക്കൽ റിമെയിൻസ് ഉള്ള സ്ഥലങ്ങളായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ബെറി ചെയ്തിരിക്കുന്ന, കുഴിച്ചു മൂടിയിരിക്കുന്ന സ്ഥലങ്ങളാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. സോ അതെന്താണ്, കെട്ടിടമാണ്. അതാണ് സ്തൂപം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്തൂപാസ് ആർ മെയ്ഡ് ഇൻ എ സെമി സർക്കുലർ ഷേപ്പ്. ഇപ്പോൾ സ്തൂപങ്ങൾ ഒരു സെമി സർക്കുലർ ഷേപ്പിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സ്തൂപങ്ങൾ പണിയിട്ടുള്ളത്. അന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ദേ ആർ റിച്ച് ഇൻ കാർവിങ്സ്. ഭയങ്കര രീതിയിലുള്ള കൊത്തുവരയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന, കാർവ് ചെയ്തൊക്കെ വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. സാഞ്ചി ആൻഡ് സർനാഥ സ്തൂപാസ് ആർ ഫേമസ്. അണ്ടർലൈൻ ചെയ്തോണെ. സാന്തി സ്തൂപം അതുപോലെ തന്നെ സർനാഥ സ്തൂപം എന്ന് പറയുന്നതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 2 സ്തൂപങ്ങൾ. അവിടെ ബുദ്ധൻ്റെ റിമെയിൻസും ബുദ്ധൻ്റെതായിട്ടുള്ള ഒബ്ജക്ട്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ സാഞ്ചിയും സർനാഥ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, സാങ്കാസ് ഓഫ് മോങ്സ് മൊണാസ്റ്റിക് ഓർഡേഴ്സ് വെർ ഫോം ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം. സാങ്കാസ് ഓഫ് മങ്സ്. മങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സന്യാസിമാരാണ് മങ്സ് എന്ന് പറയുന്നത്.
സാങ്കാസ് ഓഫ് മങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണാസ്റ്റിക് ഓർഡേഴ്സ്, അതായത് അന്നത്തെ കാലത്ത് ബുദ്ധിസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഓരോ റൂൾസും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓരോ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ രീതിയിൽ ചെയ്യണം, ഇപ്പോൾ രാവിലെ എണ്ണിക്കണം, അവർക്കൊരു ചിട്ടയായിട്ടുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബുദ്ധിസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഓരോ രീതിയിലുള്ള നിയമങ്ങളും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ് ഇവർക്ക് ഉണ്ടായിരുന്നു. ഓൾ പീപ്പിൾ വെർ അഡ്മിറ്റഡ് ടു ദ സാങ്ക റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. ജാതിയോ മതമോ അങ്ങനത്തെ രീതിയിലുള്ള പെണ്ണെന്നോ ആണെന്നോ ഒരു വിവേചനം ഇല്ലാതെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യായിരുന്നു, ഈ ഒരു സംഘയിലോട്ട് എന്ത് ചെയ്യായിരുന്നു, ക്ഷണിക്കുമായിരുന്നു. ആർക്കും അങ്ങനെ ആരും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാവർക്കും പോകായിരുന്നു. വിമൺ ഓഫ് ദ സംഘാസ് വെയർ നോൺ ആസ് ഭിക്ഷുണീസ് ആൻഡ് ദ മെൻ വെയർ കോൾഡ് ഭിക്ഷൂസ്. അവിടുത്തെ സ്ത്രീകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭിക്ഷുണീസ് എന്ന് വിളിക്കും. അണ്ടർലൈൻ ചെയ്തോണേ, മെൻ അവിടുത്തെ പുരുഷന്മാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭിക്ഷൂസ് എന്ന് വിളിക്കും. നമ്മളിപ്പോൾ പറയത്തില്ലേ ഭിക്ഷൂസ് ഭിക്ഷുണീസ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഡിസിഷൻസ് വെയർ മെയ്ഡ് ഇൻ ദ സാങ്ക ത്രൂ ഡിസ്കഷൻസ് ആൻഡ് ഒപ്പീനിയൻ ഓഫ് ദ മെജോറിറ്റി. ഇവിടെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു സംഖ്യയിൽ നമ്മൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഡിസ്കസ് ചെയ്യും. അവർ ഡിസ്കസ് ചെയ്തിട്ട് മെജോറിറ്റി ആൾക്കാർ എന്ത് ഒപ്പീനിയനാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ഒപ്പീനിയൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ പാലിക്കുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ഡിസിഷൻസും കാര്യങ്ങളും അവരെടുക്കുന്നത്. ഇപ്പം ഈ ഒരു ബുദ്ധ മെയിനായിട്ട് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മൊണാസ്റ്റിക് ഓർഡറാണ്. അതായത് ജസ്റ്റ് ആസ് റിവേഴ്സ് ഫ്ലോ ഇൻ ടു ദ ഓഷൻ ആൻഡ് ബിക്കം വൺ, വൺസ് എ പേഴ്സൺ ബിക്കംസ് എ മെമ്പർ ഓഫ് ദ ബുദ്ധിസ്റ്റ് സംഘ, ദ പേഴ്സൺ ലോസസ് ഹിസ് ഓർ ഹെർ നെയിം, ഫോർഗെറ്റ്സ് ദ കാസ്റ്റ്, റാങ്ക് ആൻഡ് ഫാമിലി. ഇപ്പം നമ്മൾ പറയും ഈ ഒരു നദി ഒഴുകി കടലിലേക്ക് ചേരുന്നത് പോലെ തന്നെ ഏതൊരു വ്യക്തി, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും, ഈ ഒരു സംഖ്യയിൽ ഈ ഒരു ബുദ്ധമതം പ്രചരിപ്പിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക്, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും, അവരുടെ ഐഡൻറ്റിറ്റി മൊത്തത്തിൽ അവർക്ക് എന്തായിരിക്കും, നഷ്ടപ്പെടും. അതായത് അവരുടെ പേര് പോവും, കാസ്റ്റൊക്കെ നഷ്ടമാവും, റാങ്ക്, ഫാമിലി അതെല്ലാം നഷ്ടമായിട്ട് മൊത്തത്തിൽ എന്തിൻ്റെ മെമ്പറായിട്ട് മാറും, ബുദ്ധമതത്തിൽ മാത്രം ലയിച്ച് ജീവിക്കുന്ന ഒരാളായിട്ട് മാറും. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തു, ബുദ്ധിസം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്തോണം. മഹായാനമെന്നും ഹിനായാനമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടായിട്ട് എന്ത് ചെയ്തു, ബുദ്ധിസം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മഹായാനത്തിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ടും ബുദ്ധനെ ദൈവമായിട്ടാണ് അവർ വർഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ബുദ്ധിസം രണ്ടായിട്ട് വിഭജിച്ചു, മഹായാനവും ഹിനായാനവും. മഹായാനത്തിൻ്റെ ഫോളോവേഴ്സ് ബുദ്ധനെ വർഷിപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിട്ടാണ്, ദൈവമായിട്ടാണ്, ഗോഡായിട്ടാണ് വർഷിപ്പ് ചെയ്യുന്നത്. Buddhism has made many contributions to the culture of India. The working of the Sangha helped to inculcate the sense of democracy and values in the society. അപ്പോൾ ബുദ്ധിസം എന്താണ് ഇഷ്ടംപോലെ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ കൾച്ചറിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധമതം ഭയങ്കരമായിട്ട് നടത്തിയിട്ടുണ്ട്. ഈ സംഘ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതോടുകൂടി നമ്മുടെ ഇന്ത്യയുടെ ആയിട്ടുള്ള ഡെമോക്രസിയും വാല്യൂസൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഊട്ടിയുറപ്പിക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സംഘവും ബുദ്ധമതവും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് ബുദ്ധിസത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. സൈഡിൽ കണ്ടോ, മധ്യപ്രദേശിലെ സാഞ്ചി സ്റ്റൂബയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ സെമി സർക്കുലർ ഷേപ്പിലാണെന്ന്, ആ സെമി സർക്കുലർ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ സർനാഥ് സ്തൂപ ഇന്ന് ഉത്തർപ്രദേശിൽ കൊടുത്തേക്കുന്നുണ്ടോ, അതും കണ്ടോ സെമി സർക്കുലർ ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയൊക്കെ എന്താ ഉള്ളത്, ബുദ്ധൻ്റെ റിമെയിൻസ് അല്ലെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ബുദ്ധമതത്തിനെ പറ്റി ചോദിക്കുന്നത്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും എഴുതാമല്ലോ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് മഹാജനപദാസ് ഓർ ദ ഏർലി സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ ഓരോ ജനപദങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കുറച്ച് നിങ്ങൾ ഇത്രയൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ സംശയമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കോടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മഹാജനപദങ്ങൾ എന്തോന്നുള്ളത് നമുക്ക് പഠിക്കാം. അതുവരേക്കും ടാറ്റ.